ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് സിംഗപ്പൂരിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സിംഗപ്പൂർ ബൊട്ടാനിക് ഗാർഡനിലാണ്. അവിടെ എൻ്റെ ചാനൽ കൂടുതലും ഫോളോ ചെയ്യുന്നത് സ്ത്രീകളാണ്, അല്ലെങ്കിൽ ലേഡീസാണ്. അപ്പോൾ അവർക്ക് ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എല്ലാവർക്കും പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടർ അടിച്ചു പോകും. നിങ്ങൾ വേറൊരു വേൾഡിൽ എത്തിയ പോലെ തോന്നും. ആദ്യത്തെ അത്രയും നല്ല ഓർക്കിഡ്സ് ആണ് ഈ സിംഗപ്പൂർ ബൊട്ടാനിക് ഗാർഡനിലുള്ളത്. ഞാൻ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത്. ഇപ്പം അത്രയും അടിപൊളിയായിട്ടുണ്ടോ, ഇത്രയും വർഷം കഴിഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെന്റോസയിലാണ് പോണത്. അയ്യോ അല്ല, എന്നാലും ഞാൻ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സ് ഈ ഒരു സംഭവം കണ്ടത്. ദൈവമേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പൊ ഈ കോമാളിത്തരം കാണിച്ചിട്ട് ഞാൻ പോയത്. സ്റ്റീംഡ് കായ ബണ്ണാണ് കേട്ടോ ഈ പച്ച കളറിലുള്ളത്. ആൻഡ് ദിസ് ഇസ് സ്റ്റീംഡ് കോഫി ബൺ. സൂപ്പർ. ഇവിടെ വന്നതില് നമ്മൾ പർച്ചേസ് ചെയ്തതില് ഏറ്റവും നല്ലൊരു, ഞാൻ എനിക്ക് തന്നെ തന്ന ഗിഫ്റ്റ്, കൊടുത്ത ഗിഫ്റ്റ് ഇതാണ്. ബസ്സിൽ വന്ന് ഇറങ്ങി. അപ്പൊ ന്യൂട്ടൺ MRT-ലോട്ട് നമ്മൾ പോവാണ് ഇപ്പം. MRT സ്റ്റേഷനിലാണിപ്പോൾ. കുറേ നടക്കാനില്ലല്ലോ. ടൗൺ ലൈൻ എടുക്കാനാണ് പറഞ്ഞത്. ലൈൻ എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റോപ്പേ ഉള്ളൂ. ഇപ്പോൾ ന്യൂട്ടൺ ഇവിടെ ബ്ലാക്കിൽ ചെയ്തേക്കും. ന്യൂട്ടണിൽ നിന്ന് നമ്മൾ നമ്മുടെ 2ാമത്തെ സ്റ്റോപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ ലേഡീസ് അങ്ങനെയുള്ളവർക്ക്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ എക്സിറ്റ് A എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്കാണ് വരുന്നത്. നമുക്കിനി ടിക്കറ്റ് എടുക്കണോടാ. നമ്മുടെ നാട്ടിലെ മറ്റേ ബാംബു ട്രീസാണ്, പല ടൈപ്പിലുള്ള ബാംബു ട്രീസാണ് ഇനി അങ്ങോട്ടേക്ക് ഫുള്ള്. നേരത്തെ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ കണ്ടത് ക്ലൈമ്പിങ് ട്രീസാണ് കണ്ടത്. നമ്മളിങ്ങനെ നടക്കുക. എന്നിട്ടുണ്ടല്ലോ ലക്ഷ്യെ, ഇനി 1 മണിക്കൂർ പോയിട്ട് 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് മറ്റേ ഓർക്കിഡ് ഗാർഡൻ. അതാണ് കാണേണ്ടത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ വെച്ചു പിടിപ്പിക്കുകയായിരുന്നു. എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഷിയ കണ്ടിട്ടുണ്ടോ ഈ ചെടി? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എൻ്റെ പേരെന്നാ? പേരൊന്നും നമുക്കറിയില്ലായിരുന്നു. അവിടുന്ന് തുള്ളി കളിച്ച് വന്നിട്ട് 1/2 കിലോമീറ്റർ ആയപ്പോഴേക്കും വെള്ളം കുടിക്കാൻ തോന്നുന്നു. സോ ഞങ്ങൾ ഓർക്കിഡ് ഗാർഡൻ കണ്ടിട്ട് ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിക്കണേ. നമ്മുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ഈ ചെടി കാണാൻ പോലും കിട്ടാറില്ല. ഇപ്പം നമ്മുടെ നാട്ടിലില്ലെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി ഉണ്ടായിരുന്ന ചെടിയാണ്. നാട്ടിലെ ബബ്ലൂസ് നാരങ്ങ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നത്? ഞങ്ങൾ ബബ്ലൂസ് നാരങ്ങ. എന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഷിയയുടെ അടുത്ത് അങ്ങനെയാണോ പറയാറ്? അങ്ങനെയാണല്ലേ. സോ ദേ ആ കിടങ്ങനെയാണ് ബബ്ലൂസ് നാരങ്ങ ഗൈസ്. സിംഗപ്പൂരിലെ ബബ്ലൂസ് നാരങ്ങ. ത്തോടെ അടുത്ത് വേറൊരു മരം കിട്ടി. മണമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാനിത് ഈ പൂ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലെ അശോകമരമാണെന്ന് തോന്നുന്നു. അതാണ് എനിക്കിത് കണ്ട് നല്ല പരിചയം തോന്നിയത്. ചുമന്ന പൂവുണ്ടാവണേ അശോകമരം. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഓ, ആ പൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. സി, ഇതിൻ്റെ പേരെന്താ? സറാക്ക തായി പിങ്ങനിസിസ്. നാട്ടിൽ പണ്ടുണ്ടായിരുന്ന, ശരിയല്ലേ? എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പത്തിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. എൻ്റെ സ്കൂൾ ഡേയ്സൊക്കെ എനിക്ക് ഓർമ്മ വരുന്നട്ടാ. ഇതെന്താണ് ഇത്? ഉടുമ്പാന്ന് ഷിയ പറയുന്നുണ്ട്. കാറ്റത്ത് ഇലകൾ ഇങ്ങനെ ഒഴിഞ്ഞു. എന്ത് രസമല്ലേ. ഞാനൊക്കെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കിനി അവിടെ വരെ നടക്കാൻ വയ്യ. നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരുന്നതാണ്. കൊള്ളാം അല്ലേ? അയ്യോ നല്ല കാറ്റ്. ഞാൻ പണ്ടൊരു മൗണ്ടൻ പേഴ്സൺ ആയിരുന്നു, ഞാൻ ഷിയോട് പറയുന്നു. പക്ഷെ ഇപ്പൊ ബീച്ച് പേഴ്സൺ ആണ്.
അപ്പം ഷിയ പറയായിരുന്നു, ഷിയ ഇപ്പം ഷിയയുടെ ഒരു ഇത് വെച്ചിട്ട് ഷിയ മനസ്സിലാക്കിയത് ഷിയ ഒരു ജംഗിൾ പേഴ്സണാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജംഗിൾ പേഴ്സൺ എന്നൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഈ മരങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഷിയയ്ക്ക്. ശരിയാട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞങ്ങൾ തമ്മിൽ സെറ്റായത്, നമ്മളുടെ വൈബ് സെറ്റായത്. മരം നോക്കി എന്ത് രസമാണല്ലേ. താഴേക്ക് അങ്ങോട്ടൊക്കെ എന്തൊക്കെയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വാഷ്റൂം കണ്ടുപിടിക്കണം. അവിടെ എന്തുവാ, അവിടെ വേറെന്തോ അട്രാക്ഷൻ ഉണ്ട്. അപ്പം അവിടെ പോകണ്ടേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ട് പോരും. ഇതിൽ കൂടെ വഴിയുണ്ട്. ഓ യെസ്, ലെറ്റ്സ് ഗോ ദേ. നല്ല രസമുണ്ടല്ലേ, മുകളിലോട്ട് കുറേ ഇലകൾ. വാ, കൊള്ളാം. അവിടെ താമരക്കുളമുണ്ട്. അത് ആമ്പലല്ലേ, പർപ്പിൾ വൺ അല്ലേ? ആമ്പലല്ലേ ആ നിൽക്കുന്നേ? അതെ. അപ്പൊ ഈ ഇല എന്നാ സംഭവം? ഇതിനെപ്പറ്റി അറിയാവുന്നവരിപ്പോൾ ചിരിക്കുന്നുണ്ടാവും. നമുക്കൊരു ABCD ഇതിനെപ്പറ്റി അറിയാം. ഓ, ഇത് ഇവര് അടിപൊളി ഒരു സ്റ്റേജ് അങ്ങ് ഉണ്ടാക്കി അല്ലേ? സൂപ്പർ സ്റ്റേജ്. അപ്പൊ ഇവിടെയും വാഷ്റൂമില്ല, പണി കിട്ടി. കാണിക്കാമേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സെൻസ് ചെയ്തിട്ട് ലൈറ്റ്സൊക്കെ തന്നെ ഓണായി. ഇല കയ്യിൽ വെച്ചിട്ടൊരു വെള്ളപ്പാട് വരുമായിരുന്നു, ഓർമ്മയുണ്ടാ? പക്ഷെ എനിക്കിതിപ്പോൾ പ്ലക്ക് ചെയ്ത് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല ക്യാമറ ഉണ്ടെങ്കിൽ തീർന്ന്. ഇവർ അമൂല്യമായി വളർത്തുന്ന ചെടി പറിച്ചെടുത്ത് എല്ലാം പിടിച്ചിവർ. കോഴി നേരം വെളുത്ത് കുറേ നേരം ആയടാ. സോ ക്ലോസ്. അധികം ഒച്ചെടുക്കാത്തതുകൊണ്ട് ഷിയ മേടിച്ചില്ല. ബട്ട് കുറച്ച് മേടിച്ചല്ലേ. ഉടുമ്പ്, അതെ ഉടുമ്പാന്ന് തോന്നണം കേട്ടോ. ഈശ്വര, ഇതെന്താ ചെയ്യാ? ഇത് ഉപദ്രവിക്കോ? ഇവിടെ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത ഫോട്ടോ ഉണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അന്ന് ഇല്ലാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ പാൻട്രി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പുതിയ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതൊക്കെ പോയി കാണാം, അകത്തേക്ക് പോവാം. അപ്പം ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ പോവാണ്. ഒരാൾക്ക് എൻട്രി ഫീ 15 സിംഗപ്പൂർ ഡോളർ ആണല്ലേ. ഫൗണ്ടനും അതിങ്ങനെയാണ് ഫസ്റ്റ് ഇത് കാണിച്ചാണ് വെൽക്കം ചെയ്യുന്നത് തന്നെ. ഇനി അങ്ങോട്ടേക്ക് കാണാൻ കിടക്കാണ്. ഈ എന്താ ടയേർഡായേ? എന്ത് പറ്റി? വെയിലടിച്ചോണ്ടല്ലേ. പോവാം, ഈ വഴി പോവാം. അതോ ആ വഴി പോകണോ? മേ ബി ഈ വഴി പോയി അങ്ങനെ വന്നേരിക്കും. ഫോട്ടോ എടുക്കണോ? ഇതെന്താ ഇത്, മുടിയാണോ? ഇവർ ഈ ഓർക്കിഡിൻ്റെ താഴെ കുറേ മുടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയില്ല. അതിനെപ്പറ്റി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് പോണോ? വാ പോവാം. കൊള്ളാല്ലേ. ഇതാണ് എൻ്റെ റൂഫ്. ചെറിയ ഒരു ഓറഞ്ച് കളറുള്ള ഓർക്കിഡ്, യെല്ലോ കളർ ഓർക്കിഡ്, പർപ്പിൾ കളർ ഓർക്കിഡ്, പിങ്ക് അവിടെ പിങ്ക് കളർ ഓർക്കിഡ്. ഇതൊരു ഒരു ചുമപ്പും ഒരു കട്ട കളറ്, ഇത് നല്ല രസമുള്ളൊരു കളറ്. നമ്മുടെ നാട്ടിലെ റാണി പിങ്ക് എന്ന് പറയും ഈ കളറിന്. അയ്യോ, ഓർക്കിഡ് ഇഷ്ടമുള്ളവർക്ക് അതേ നോക്ക്. മുകളിലൊരു ഓർക്കിഡ് അടിപൊളി, ഇച്ചിരി അത്യാവശ്യം വലിയ ഓർക്കിഡ്. അത് ഭയങ്കര സൈസ്. ചകിരിയൊക്കെ ഇട്ട് അവിടെ മുടിയിട്ട് എന്നാന്ന് മനസ്സിലായില്ല. ഈ കാണാൻ ഈ ഓർക്കിഡ് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ വെറൈറ്റിയാണ് സംഭവം. ഇവിടെ വേറൊരു ഓർക്കിഡ്. 1000 രൂപ കൊടുത്താൽ എന്നാ മുതലായി. ഇത്രയും ഓർക്കിഡ് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഇത് ഒരു നോക്കിയേ, ഇതും ഓർക്കിഡാണ്, വേറെ ടൈപ്പ് ഓർക്കിഡ്. ഇതൊരു ഓർക്കിഡ് ഓറഞ്ച് കളറാണ്, ബേബി പിങ്ക് അല്ല, അങ്ങനത്തെ ഒരു നല്ല കളറ്. നൈസ്. കൂടി
ഇത് വേറൊരു റെഡ്. ഇവിടെ തന്നെ ജീവിക്കാൻ തോന്നുന്നു ഷീ പറയുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷീക്ക് ഇഷ്ടമാവുമെന്ന്. സോ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും സിംഗപ്പൂർ വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇവിടെ വളരെ സേഫായിട്ടുള്ള കൺട്രിയാണ്. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഈ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓ ഇത് മുഴുവൻ വീട്ടിൽ കൊണ്ടാവാൻ തോന്നുന്നു. This one look is what we call a dendrobium. Dendrobium is ഇതെല്ലാം കണ്ട് വണ്ടറടിച്ച് ഇരിപ്പായി അവിടെ. ഇവിടെ അവർക്ക് ഗൈഡുണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇവിടെ 2018 ജൂൺ 2 വന്നപ്പം ഇവിടെ ഈ നാഷണൽ ഓർക്കിഡ് ഗാർഡൻ വിസിറ്റ് ചെയ്തു എന്ന്. ക്യൂൻ എലിസബത്ത് 1972 ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർഗരറ്റ് തച്ചറും 1985 വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ നെൽസൺ മണ്ടേല ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. മൈ ഗാഡ്. വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളും ഇപ്പോൾ VIP ആയി. ഓ ദേ ഇവിടെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാതറീന്, വില്യം കാതറീനും വിസിറ്റ് ചെയ്തിട്ടുണ്ട് 2012. ഭയങ്കര രസമാണ് അവർ കാണാൻ. അവരുടെ ഡ്രസ്സിങ്ങും. ഇതാരാ നോക്ക് എന്നിട്ടുണ്ടായിരുന്നു 2021. ഓ അപ്പം ഇതിന് നെയിം ചെയ്താണ്. ഇതിൻ്റെ പേര് പാപ്പിലോണ ആടാ. നല്ല മഴ, എവിടെ നോക്കിയാലും ഓർക്കിഡ്സ്. സൂപ്പർ. ഇസ് ദിസ് റിയൽ? അതേ മഴയൊക്കെ നനഞ്ഞ് നടക്കുന്നു. കുഴപ്പമില്ലെന്ന് എനിക്കറിയാൻ പാടില്ല. നാളെ തല പൊക്കാൻ പറ്റില്ല കേട്ടോ, പനി പിടിക്കേ. ഷിയാ ഇറ്റ്സ് റെയിനിങ്. വാ. തണ്ടർ ഓർക്കിഡാണ് ഇത്. എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ വീട്ടിലുണ്ട്. വൈറ്റ് കളറിലാണ് ആ പൂവ്. വേറെ കളറിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ തണ്ടർ വരുമ്പോൾ ആ പൂവ് ഉണ്ടാവും. അങ്ങനെയാണ് അത് ബ്ലൂം ചെയ്യും. സോ ഇതാണ് തണ്ടർ ഓർക്കിഡ്. നോക്കട്ടെ കേട്ടോ. ഓ നോക്ക് അവിടെ വൈറ്റ് ഓർക്കിഡ്. സൂപ്പർ. നോക്ക് ആ കളർ നോക്ക്. എൻ്റെ അമ്മേ, ഓ എന്ത് രസമാണല്ലേ. വേണ്ട കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഓ വെറുതെ മഴ നനയണ്ട. അവിടെ പിന്നെ മഴയൊന്ന് കുറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോട്ടോ ഫ്രണ്ട്സ്. ഓ ഇറ്റ്സ് റെയിനിങ്. ഇത് എക്സിറ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ താഴെ പോയില്ല. നമുക്കപ്പം അങ്ങോട്ട് പോകണം. പാലല്ല, തൊട്ട് താഴെ പോയില്ല നമ്മൾ. ഈ ഓർക്കിഡ് നോക്കിയേ. നമ്മുടെ അമിതാഭ് ബച്ചൻ ഇവിടെ 2004 വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ദിസ് ഓർക്കിഡ് ഈസ് നെയ്മഡ് ആഫ്റ്റർ മിസ്റ്റർ അമിതാഭ് ബച്ചൻ, ഫിലിം സ്റ്റാർ, ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് വിസിറ്റ് ടു ദ നാഷണൽ ഓർക്കിഡ് ഗാർഡൻ ഓൺ 12th March 2004. എന്താടാ ഷാരൂഖ് ഖാനോ? ഷാരൂഖ് ഖാൻ ഇവിടെ വന്നാ? എവിടെ? ഒന്നും കാണുന്നില്ലല്ലോ. വാൻഡ. ഷാരൂഖ് ഖാൻ. ഇതാണോ വാൻഡ? ഓ മേ ബി ദിസ് വൺ. എന്തുവാ? വാൻഡ റുബിച്ചാർ. എൻ്റെ അമ്മ, ഞാനിപ്പോൾ ഇവിടെ ഈ നിന്ന സ്ഥലത്ത് ഷാരൂഖ് ഖാൻ നിന്നുണ്ടോ? ഇല്ല. അവരൊരു സ്ഥലത്ത് സ്റ്റേജിൽ ഇത് കൊണ്ടുപോയി ചെന്നിട്ട് അങ്ങനെയാണ് ഇവിടെ. ഇത് ഷാരൂഖ് ഖാൻ്റെ ഇവിടെ ഓർക്കിഡ് ഗാർഡൻ 2003 വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഓർക്കിഡിന് പേരിട്ടെന്ന്. ഈ ഓർക്കിഡാന്ന് തോന്നുന്നു കേട്ടോ. ഇത് എന്തുവാ ഈ കാണുന്നേ? സമയം 2:30 കേട്ടോ. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. വന്നപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചതാണ്. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് കഴിക്കണം നിർബന്ധമാണ്. പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒന്നും വേണ്ട. വിശന്നാലും ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതേ നമ്മുടെ ചെത്തി ഇവിടെ നിൽക്കണം. എന്തൊരു ഭംഗിയാണ് അല്ലേ.
വേറെ എന്താ ഇതിൻ്റെ വാക്കുകളൊന്നും കിട്ടുന്നില്ല ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. എന്ത് രസമായിട്ടാണ് ഇവർ ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യം ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരത്തെ വെതറും നമ്മുടെ വെതറും ഏകദേശം സെയിം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിക്കൂടെ? എന്തോരം ടൂറിസ്റ്റുകൾ വരും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യണം ഇങ്ങനെയൊക്കെ. എന്നാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പ്രോഗ്രസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ നമ്മൾ വെൽക്കം ചെയ്യണം. നോക്കി ഞാൻ ക്ലോസപ്പ് എടുത്ത് തരാം. എൻ്റെ അമ്മോ എന്തൊരു ഭംഗിയാന്നൊക്കെ, എനിക്ക് വയ്യ. സോ ബ്യൂട്ടിഫുൾ, സോ ക്യൂട്ട്. ഇതെന്തോ ഈ ഓർക്കിഡിൻ്റെ പേരറിയാൻ വല്ല വഴിയുണ്ടോ? നോക്ക്, ഉണ്ടായി കിടക്കുന്നത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പൊളി. എടാ ഇതാണ് മിറർ മെയ്സ്. ഷിയ ഇവിടെ വന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി മിററിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. സി ഓർക്കിഡിൻ്റെ എന്ത് രസമാണ് നോക്ക്. ഈ മിററിൽ ഓർക്കിഡും നമ്മളും. ഫ്രണ്ട്സ് ഇവിടെ ഒരു മിസ്റ്റ് ഹൗസ് ഉണ്ട്, നമ്മളിപ്പം അത് കാണാനായിട്ട് പോവാണ്. ക്രോപ്പ് കൂൾ ഹൗസ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് ഓപ്പൺ? കൈ വെച്ചാൽ മതി. ഓക്കെ. യെസ്, പിന്നല്ല. കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. വാവ്, ശരി. എന്തായി കാണണേ? നോക്കടാ, ഇതെന്തുവാ? ഇതെന്തോ ഓർക്കിഡാണിത്. ഈ ഒരു ഷേപ്പ് എന്താ? നെട്രോപിക്സ്. നമ്മുടെ നാട്ടിൽ മതിലിൻ്റെ പുറത്തുണ്ടാവണേ ഇത് വെച്ച് ഞങ്ങൾ കളിക്കാറുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പ്രത്യേക ടൈപ്പ് ഓർക്കിഡ്. സി, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. നെട്രോപിക്സ്. പുഴുവോ? ഒരു വല്ലാത്തൊരു ഓർക്കിഡ്, ഇങ്ങനെ ലൈക്ക് ഹാലോവീനൊക്കെ വയ്ക്കാൻ പറ്റുന്നു. ഈ ഓർക്കിഡ് നോക്കി. ഈ ചെടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്ത് രസോ, സോ ബ്യൂട്ടിഫുൾ. ഈ കളർ നോക്ക്. ഇത് എൻ്റെ മദറിലോടെ ഫേവറേറ്റ് കളറാണ്. ഇതിൻ്റെ തൈ കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയേനെ. എന്തൊരു ഭംഗിയാണിത്, ഈ കളറ്. എന്തോ ഈ കാണണേ? ക്യാൻ ബി ടച്ച് ഇറ്റ്? ഇത് അയ്യോ എന്തൊരു ഭംഗിയാണ് ഈ ഓർക്കിഡ്. സൂപ്പർ. എന്താ പറയാ, അന്തം വിട്ട് നിൽക്കുക. കിട്ടാൻ തയ്യാറായിക്കോളൂ. ദൈവമേ എന്തുവായി കാണുന്നേ. ഇതൊരു ഭംഗിയാണ്. അതേ നോക്ക്. ഇതൊക്കെ മടന്നില്ല. നോക്കി സൂം ചെയ്യട്ടെ. ഇത് നോക്കിയേ ഫ്രണ്ട്സ്, യെല്ലോ, നല്ല ബേബി പിങ്ക് ഓർക്കിഡ്. ഓരോ ഓർക്കിഡ് ഈ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. കൈയും കാലമൊക്കെ വേണ്ടെടുക്കണു, ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. അയ്യോ ഇത് നോക്കി, നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു ചെടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ. ലഞ്ച് ഫോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ നമ്മൾ നിന്ന്. അയ്യോ
ഷിയ പറയുന്ന എടുത്തുതരാം നോക്കട്ടെ. ഇങ്ങനെ ഒരു സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. ഞാൻ ഫസ്റ്റ് സിംഗപ്പൂർ വന്നപ്പോൾ എനിക്ക് രഞ്ജിത്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴോ അത് പിന്നെ കാണാതെയായിപ്പോയി. ഒരു ലോക്കറ്റാണ് എനിക്ക് വാങ്ങിച്ചു തന്നെ. ഒരു ചെയിനാടാ വാങ്ങിച്ചു തന്നെ. ഡൂറിയാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണല്ലേ ഡൂറിയാൻ ഇവർക്ക് ഇത്ര ഇഷ്ടം? എടാ ഡൂറിയാൻ ഇവിടെ ഡൂറിയാൻ സ്റ്റഫ് ചെയ്ത് വെച്ച് പണ്ട് എനിക്ക് രഞ്ജിത്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായി. ഇത് റിയൽ ഓർക്കിഡാണ് ഈ ഒരു ലോക്കറ്റിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ഗാർഡൻ ഷോപ്പുണ്ട്. അത് നോക്ക്, അതിൽ പൊത്തുകളുണ്ടോ. റെയിൻ ഫോറസ്റ്റ് അവർ ക്ലോസ് ചെയ്തല്ലോ. ഒരു എന്തൊരു ഭംഗിയാണല്ലേടാ അവിടെ കാണാൻ. ഓ, ഈ മുളക് ഉണ്ടായി കിടക്കുന്നതാണേ വിചാരിക്കത്തുള്ളൂ, പക്ഷെ അതൊരു ഫ്ലവറാണ്. ദിസ് ഈസ് നോട്ട് ചില്ലി എനിവേസ്. കൊള്ളാം. മുളക് പോലത്തെ ചില്ലി ഫ്ലവർ ആയിരിക്കും ഇത്. എന്ത് മരം ഇത്? ഓ, പല പല പക്ഷികളുടെ സൗണ്ട്. വീപ്പിംഗ് ഫിഗ്. ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് പസഫിക്, ചൈനയിലൊക്കെ ഉണ്ടാവുന്നതാണ്. എന്നെ എന്തോ പിടിച്ച് കടിച്ചു. ഇത്രയും വലിയ പോണ്ടിൽ ഒരേ ഒരു അരയണത്തിനെയാണ് കാണുന്നത്. ഞങ്ങൾ പറയായിരുന്നു ഈ അരയനെ ഡിപ്രഷൻ അടിച്ച് അത്തു പോകത്തില്ലേ, ഇതിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ. നോക്ക്, ബാക്കി എല്ലാവരും എവിടെയെങ്കിലും മാറിയിരിക്കുവാണോ? ചിലപ്പോൾ എടാ ആ പോക്കറ്റ്സിൽ അവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമ്മുടെ നാട്ടിലെ കനകാമ്പരം ദേ നിൽക്കുന്നു. നമ്മുടെ വീടുകളിലൊന്നും ഇപ്പോൾ കനകാമ്പരം ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കനകാമ്പരവും മുല്ലപ്പൂവും കൂടി. എനിക്ക് ഇങ്ങനെ തലയിൽ വയ്ക്കാനേ ഭയങ്കര ഇഷ്ടമാണ്, മുടിയിൽ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കനകാമ്പരം ഉണ്ടായിരുന്നു. അങ്ങനെ സിംഗപ്പൂർ വന്നിട്ട് ഞാൻ കനകാമ്പരം കണ്ടു. സെങ്കാൽ മഹാഗണിയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ മഹാഗണി എന്നൊക്കെ പറയത്തില്ലേ, അതാണിത്. മഹാഗണി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ മരം കാണാൻ പറ്റി. ദേ അതിൻ്റെ അകത്ത് ആരെ ഇരിക്കുന്നേന്ന് നോക്കി, കാണാൻ പറ്റണ്ടോ നിങ്ങക്ക്? എന്താണിത്? ആർമിയുടെ വണ്ടി എന്തോ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സെൻറ് ജോസിലേക്ക് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക പ്രീമിയം ഷോപ്സ് ഉള്ള ഓർച്ചിഡ് റോഡ്. നമ്മൾ ഈ ബസ്സിൻ്റെ മുകളിലിരിക്കുന്നതുകൊണ്ട് നല്ല വ്യൂ കിട്ടി.